കണ്ണൂർ പാറാട് വടിവാളുമായി വീട് കയറി ആക്രമണം നടത്തിയ CPIM പ്രവർത്തകർക്കെതിരെ കേസ്. 60-ലേറെ CPIM പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. നിരവധി കേസുകളിൽ പ്രതിയായ പാറാട് ശരത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസുണ്ട്. നിഖിൽ അളവൂർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് പിന്നാലെ ഞെട്ടിച്ച ഒരു കാഴ്ചയായിരുന്നു ഇത്. ഇന്നത്തെ കാലത്ത് ഇത് കണ്ണൂരിൽ പോലും നടക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇവരെ കണ്ടെത്താനോ പിടികൂടാനോ സാധിച്ചിട്ടുണ്ടോ? പരസ്യമായി പട്ടാപ്പകലായിരുന്നല്ലോ ഈ അക്രമം, അഴിഞ്ഞാട്ടം. ബിനിൽ, ഏതായാലും ഈ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ബിനിൽ സൂചിപ്പിച്ചതുപോലെ പേടിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. കൊടുവാളുമായി വീട്ടിലേക്ക് കയറി ചെല്ലുക, കഴുത്തിന് നേരെ വടിവാൾ വീശുക. ഇപ്പോൾ പോലീസിന്റെ FIR-ൽ തന്നെ പറയുന്നത്, നീ മുസ്ലിം ലീഗുകാരനാണോടാ, നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ കഴുത്തിന് നേരെ വാള് വീശുകയും പിന്നീട് അവിടെ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കുമൊക്കെ ഈ വടിവാൾ കൊണ്ട് വെട്ടിപ്പൊളിച്ച് നശിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ പാറാട് നടന്ന സംഭവങ്ങളിൽ ആകെ 4 കേസുകളാണ് ഇപ്പോൾ കൊളവല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലാകെ 62ഓളം പേർ പ്രതികളാണ്. 5 UDF പ്രവർത്തകർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് ഈ ആദ്യമുണ്ടായ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന നിലയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന്, അവിടെ പാറാടുള്ള മുസ്ലിം ലീഗ് ഓഫീസിന് കല്ലെറിഞ്ഞ സംഭവത്തിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വീട്ടിൽ കയറി വടിവാൾ ഉപയോഗിച്ച് വെട്ടാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളാണ്. അങ്ങനെ 62 പേർക്കെതിരെ കൊളവല്ലൂർ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. നമുക്ക് അറിയുന്നത് പോലെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഇന്നലെ LDF-ൽ നിന്ന് UDF പിടിച്ചെടുത്തു. അതിനുശേഷമാണ് ഈ സംഘർഷങ്ങൾ അവിടെ വലിയ രീതിയിൽ നടന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഈ സംഭവങ്ങൾ നടക്കുന്നത് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പരിധിയിലാണ്. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് LDF-ന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന രീതിയിൽ തന്നെ അവർ കണ്ടിരുന്നതാണ്. അവിടെയാണ് UDF ഇന്നലെ വിജയം പിടിച്ചെടുക്കുന്നത്, പഞ്ചായത്ത് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതോടുകൂടിയാണ് ഈ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് പോകുന്നത്. ഇതിൻ്റെ തുടക്കം പോലും CPIM പ്രവർത്തകനായ ശരത്ത് കാറിൽ സഞ്ചരിക്കുമ്പോൾ UDF-ന്റെ വിജയാഹ്ലാദ റാലി കടന്നു വരുന്നു. ആ വിജയാഹ്ലാദ റാലിയിൽ ഉണ്ടായിരുന്നവർ ശരത്തിനെ അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഘർഷങ്ങൾ തുടങ്ങുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ വളരെ ഭീകരമായ രീതിയിൽ വടിവാൾ വീശുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോകുന്നത്. എന്ത് പ്രകോപനത്തിന്റെ പേരിലാണെങ്കിലും പരസ്യമായി ഇങ്ങനെ വടിവാൾ വീശി തെരുവുകളിലൂടെ നടക്കുന്നത് കേരളത്തിലെ ക്രമസമാധാന നിലയാകെ തകർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് ഇതിനെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.